സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വമോഹങ്ങളുമായി അമേരിക്ക വീണ്ടും പശ്ചിമേഷ്യയെ ലക്ഷ്യം വയ്ക്കുകയാണ്. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെ അട്ടിമറിച്ച അതേ കുതന്ത്രങ്ങൾ ഇറാനിലും പയറ്റാൻ ട്രംപ് ഭരണകൂടം കോപ്പുകൂട്ടി. മണലാരണ്യത്തിലെ കത്തുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ ഒരു യുദ്ധഭീതി പശ്ചിമേഷ്യയെ പൊതിയുകയാണ്. ഇത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോളാധിപത്യത്തിനുവേണ്ടി അമേരിക്ക നടത്തുന്ന അവസാനവട്ട ചൂതാട്ടമാണ്. വെനസ്വേലയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കിയ അതേ ലബോറട്ടറി പരീക്ഷണങ്ങൾ ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ പയറ്റാനാണ് അമേരിക്കയൊരുങ്ങുന്നത്. ദശകങ്ങളായി ഇറാന്റെ ആത്മവീര്യത്തിനു മുന്നിൽ പതറിപ്പോയ അമേരിക്കൻ അധികാരകേന്ദ്രങ്ങൾ ഇപ്പോൾ ഉപരോധങ്ങൾക്കുമപ്പുറം നേരിട്ടുള്ള കൊലവിളികൾ നടത്തി മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അമേരിക്ക മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്: ഇറാൻ വെറുമൊരു രാജ്യമല്ല, അതൊരു വിപ്ലവവീര്യമാണ്. വെനസ്വേലയിൽ മഡൂറോയെ പുറത്താക്കാൻ അമേരിക്ക സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇറാനിലും ആവർത്തിക്കപ്പെടുന്നത്. എണ്ണവ്യാപാരം പൂർണ്ണമായും തടയുക, അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭരണകൂടത്തിനെതിരെ തിരിക്കുക — ഇതാണ് ട്രംപിന്റെ പുതിയ ബ്ലൂപ്രിന്റ്. വെനസ്വേലയുടെ എണ്ണസമ്പത്തിനെ തകർത്ത് ആ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാന്റെ ഊർജ്ജമേഖലയെ ലക്ഷ്യം വച്ചാണ് പുതിയ ആക്രമണങ്ങൾ. ഇറാന്റെ ഇന്ധനവിതരണ ശൃംഖലകളും തുറമുഖങ്ങളും തകർക്കുന്നതിലൂടെ അവിടുത്തെ സാധാരണ ജനജീവിതം ദുസ്സഹമാക്കാനാണ് അമേരിക്കൻ നീക്കം. എന്നാൽ പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വന്തം വികാസത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാന്റേത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ആഭ്യന്തര ഉൽപ്പാദനക്ഷമതയും തദ്ദേശീയ സാങ്കേതികവിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത്. മിസൈലുകൾക്കും ആയുധങ്ങൾക്കുമപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാന്റെ സൈബർ കരുത്തിനെയാണ്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള വൻശക്തികൾ തങ്ങളുടെ അതീവ രഹസ്യമായ ലബോറട്ടറികളിൽ നിന്ന് കോഡുകൾ കൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം നെഞ്ചുവിരിച്ച് നേരിടാൻ ഇറാന്റെ സൈബർ സൈന്യത്തിന് സാധിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ഏതു നിമിഷവും തകർക്കാൻ ശേഷിയുള്ള വൈപ്പർ മാൽവെയറുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന തിരിച്ചറിവ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളെപ്പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യ ഇറാൻ വികസിപ്പിച്ചത് ഉപരോധങ്ങളുടെ കനൽച്ചൂളയിൽ വെന്തുകൊണ്ടാണ്. അമേരിക്കയുടെ വിനാശകരമായ തന്ത്രങ്ങൾക്ക് സൈബർ ലോകത്ത് കൃത്യമായ പ്രഹരം നൽകാൻ ഇറാന് കഴിയുന്നുവെന്നത് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു അതിജീവനമല്ല, മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. ഗാസയിലും യമനിലും അമേരിക്ക നടത്തുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ ലോകത്തിനു മുന്നിൽ ശബ്ദമുയർത്തുന്ന ഏകശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഉലയ്ക്കുന്നുണ്ടെങ്കിലും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികളുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന പുതിയ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയുടെ അധികാരക്കുത്തകയ്ക്ക് അന്ത്യം കുറിക്കുകയാണ്. വെനസ്വേലയെപ്പോലെ അല്ല ഇറാൻ എന്ന് അമേരിക്ക തിരിച്ചറിയാൻ വൈകുന്നത് വലിയൊരു സൈനിക ദുരന്തത്തിന് വഴിമരുന്നിട്ടേക്കാം. ഉപരോധങ്ങൾ കൊണ്ടൊരു ജനതയുടെ ആത്മവിശ്വാസത്തെയും സ്വതന്ത്രമോഹങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഇറാൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. അമേരിക്കയുടെ ഉപരോധതന്ത്രങ്ങൾ ഇറാന്റെ മങ്ങിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയ്ക്കാണ് വരും ദിനങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്നതിൽ സംശയമില്ല. വെനസ്വേലയിൽ വിജയിച്ച അതേ കുതന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്ന് കരുതുന്നത് അമേരിക്കയുടെ ചരിത്രപരമായ വിഡ്ഢിത്തമായിരിക്കും. ഇറാന്റെ മിസൈലുകൾക്കും വേഗത്തിൽ അമേരിക്കയുടെ ആഗോളാധിപത്യം തകരുന്ന കാഴ്ച ലോകമുറ്റുനോക്കുന്നു. ഉപരോധങ്ങളുടെ ഓരോ ചങ്ങലയും പൊട്ടിച്ചെറിഞ്ഞ് ഇറാൻ ഉദയസൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് അമേരിക്കയുടെ ക്രൂരമായ വിദേശ നയങ്ങളാണ്. പശ്ചിമേഷ്യയുടെ ഹൃദയമിടിപ്പ് ഇറാന്റെ വിപ്ലവവീര്യത്തിനൊപ്പം ചേർന്നു നിൽക്കുമ്പോൾ ചരിത്രം മാറിയെഴുതപ്പെടുകയാണ്.